മറ്റേ ഒരാൾ ഇപ്പം ഇയാളുടെ അടുത്ത് എനിക്ക് സംസാരിക്കുന്ന സ്പേസ് ഇല്ല ശരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആധിപത്യമുള്ള അയാൾ വ്യക്തിപരമായ ആധിപത്യത്തോടെ പെരുമാറാതിരിക്കുമ്പോഴും വലിയൊരു റെപ്രസെൻറ്റേഷനാണത്, പോപ്പിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ഇതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതോറിറ്റിക്ക് മുമ്പിൽ ഞാൻ അയാളെ അച്ഛനെന്നൊക്കെ വിളിക്കണ്ടേ? എനിക്കെന്താണ് അയാളെ അങ്ങനെ വിളിക്കേണ്ട ആവശ്യം? ഞാനത് ആ മേഖല എനിക്കില്ല. പേര് ചോദിച്ചിട്ട് പേര് വിളിക്കത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ അല്ലാത്ത ഒരു സന്ദർഭത്തിൽ എനിക്ക് ഇരിക്കാൻ ബാധ്യത വന്നപ്പോഴേ ഞാൻ ഈ പറഞ്ഞ പോലെ അത് കുതറുക എന്ന് നമ്മൾ പറയത്തില്ല, കുതറേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടാണ്. അതുകൊണ്ടാണ് അപ്പോൾ അച്ഛനോട് സംസാരിക്കേണ്ടെന്ന് തീരുമാനിച്ചിട്ടായിരുന്നു ഞാൻ അപ്പോൾ സംസാരിച്ചൊക്കെ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം സംസാരിക്കുമ്പോൾ ഞാൻ മറുപടി പറയാൻ ബാധ്യത വരും. മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് ആ നിലവാരത്തിൽ ക്ഷോഭമല്ല, നമുക്ക് ക്ഷോഭിക്കേണ്ടതുണ്ട്. ക്ഷോഭമൊന്നും കാണിക്കരുതെന്ന് ആൾക്കാർ ഈ പഠിപ്പിക്കുന്നത്. അതൊക്കെ ഈ അടിമകളുടെ മൂല്യമാണ്. അനുസരണയോട് അടക്കവും അച്ചടക്കത്തോടെയൊക്കെ നമ്മൾ ഇരിക്കണം എന്നൊക്കെ ഈ ആൾക്കാരിങ്ങനെ പഠിപ്പിക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് നമ്മളെ കൈകാര്യം ചെയ്യാൻ പരുവത്തിലിരുന്ന് കൊടുക്കണം എന്നുള്ളതാണ് ഈ പഠിപ്പിക്കുന്നത്. അത് അങ്ങനല്ല. ഇമോഷൻസ് എന്ന് പറയുന്നത് നമുക്കുള്ളത്, ഒരു ജീവി എന്നുള്ള നിലവാരത്തിൽ നമുക്ക് ഇമോഷൻസ് ഉള്ളത് എക്സ്പ്രസ് ചെയ്യാനുള്ളത്. അത് നിയന്ത്രണത്തോടെ ചെയ്യണ്ട എന്നുള്ള ചർച്ച മാത്രമാണ്. ഇപ്പം ഞാൻ അച്ഛനെ എണ്ണീറ്റ് പോയി അടിക്കുകയോ അല്ലെങ്കിൽ അസഭ്യം പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിയാ. അങ്ങനല്ല, തെറ്റാണ്, അത് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ അയാളെ ഞാനുമായിട്ടൊരു ഡയലോഗിന് ഞാൻ തയ്യാറല്ല. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഞാൻ പെട്ടുപോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള കുതിർന്ന സാധനം മാത്രമാണ് എൻ്റെ നീരസവും എനിക്ക് അതിനോട് യോജിപ്പില്ല എന്ന് ആ ഇരിക്കുന്നവരോട് പ്രകടിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു വിഗ്രഹഭജനം എന്ന് പറയും. നാട്ടിലിരിക്കുന്ന ആധിപത്യമുള്ള ആളുകളെ അവർക്ക് എന്തോ റൈറ്റുകളുണ്ട്, മറ്റുള്ളവരെല്ലാം അവരെ ബഹുമാനിക്കണമെന്ന് കാണിക്കുന്ന സാധനമുണ്ട്. ജനാധിപത്യത്തിനകത്ത് പരസ്പരം ബഹുമാനിക്കാനായിട്ടുള്ള സന്ദർഭം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായ അതോറിറ്റിയുള്ള ഒരാളായിട്ട് ഒരാളിരിക്കുന്ന കാണുമ്പം അത് വിഗ്രഹഭജനത്തിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടും കൂടെയാണ് ആ ക്ഷോഭിക്കുന്നത്. ക്ഷോഭം എനിക്ക് വന്നിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് ക്ഷോഭിക്കാൻ, പക്ഷേ ക്ഷോഭമൊക്കെ നമ്മൾ നിയന്ത്രിക്കത്തില്ലേ? നമ്മളെല്ലാവരും നിയന്ത്രിക്കുന്നവരല്ലേ? നമുക്ക് എല്ലാവർക്കും അറിഞ്ഞൂടെ? ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിനകത്ത് നമുക്ക് തടസ്സമായി വരും എന്ന് തോന്നുന്നിടത്തെല്ലാം നമ്മൾ അടങ്ങി ഒതുങ്ങി നമ്മളിരിക്കും. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു ഉദാഹരണമാണ്, ഞാൻ എത്ര സ്വാതന്ത്ര്യമുള്ള ആളാണെന്ന് പറയുമ്പോഴും അന്യരാജ്യത്തേക്ക് പോകുമ്പം എയർപോർട്ടിൽ ചെല്ലുമ്പോൾ അവർ ഉടുപ്പ് ഒരു സകലതും പരിശോധിക്കും. അവർ പറഞ്ഞാലെല്ലാം ഞാൻ അനുസരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഇവിടെ ഇരിക്കണം, എനിക്ക് പോകാനൊക്കത്തില്ല എന്നുള്ളത് മാത്രമേ വരുള്ളൂ. അപ്പം നമ്മൾ അനുസരിക്കാത്തവരുമല്ല, കീഴടങ്ങാത്തവരുമല്ല. പക്ഷേ അത് നമ്മുടെ ആവശ്യമായിട്ട് വരുമ്പോൾ, അല്ലാത്തടത്തൊക്കെ നമ്മൾ സമ്മതിക്കത്തില്ല. നമ്മൾ റോഡിൽ നിന്നിട്ട് ഒരുത്തിന് ഉടുപ്പ് വരാൻ പറഞ്ഞാലും ഉടുപ്പ് വരത്തില്ല, തല്ലിക്കൊണ്ടി വരികയാണ്, അല്ലാതെ പറ്റത്തില്ല. മറ്റേ എൻ്റെ ആവശ്യം കൂടെ വരുമ്പോഴാണ് നമ്മൾ ഇത് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളുവാ. അതുകൊണ്ട് ഒരു വ്യക്തിപരമായ, മറ്റേതങ്ങനല്ല. നമ്മളിങ്ങനെ ക്ഷോഭിക്കുന്നതും വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതും പണ്ടേ തൊട്ട് തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന ഒരു മൂല്യബോധമുണ്ട്. അനുസരണയോടെ ആളുകൾ ഇരിക്കണമെന്ന്, കീഴടങ്ങിയിരിക്കണമെന്ന് പറയുന്നത് തന്നെയാണ് അവരോട് പറയുന്ന സാധനം. അതില്ല. ഇപ്പോൾ എല്ലാ മീഡിയാസിലും മൈത്രേനെ കാണാറുണ്ട്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലെ പല യൂട്യൂബ് ചാനലിലും മൈത്രേനെ കാണാറുണ്ട്. ചില ഇടങ്ങളിലൊക്കെ കാണുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാരോട് എന്തിനാണ് സംവദിക്കാൻ പോകുന്നത്, ഇത്തരം ആൾക്കാരോട് മൈത്രേയൻ സംസാരിക്കാതിരുന്നൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻസ് വരും. അത് മൈത്രേയൻ അല്ലാതെ തന്നെ സ്വകാര്യമായിട്ട് അനുഭവങ്ങൾ ഉണ്ടാവും. എല്ലാവരും വിളിച്ചിട്ട് ചോദിക്കാം എന്തിനാണ് അവിടെ പോയിരിക്കുന്നത്. ഒന്നിൽ എന്ന് വെച്ചാൽ അവർ ടാഗ് തന്നെ കൊടുത്തിരുന്നത് തൊട്ടാൽ കുളിക്കണം, നിന്നെ തൊട്ടാൽ കുളിക്കണം എന്നൊക്കെ മൈത്രേയൻ പറഞ്ഞു എന്നാണ്. ഞാൻ വീഡിയോ കണ്ടു നോക്കിയില്ല, അതിൻ്റെ തമ്പ് മാത്രമേ ശ്രദ്ധിച്ചിട്ടുള്ളൂ. അത്തരത്തിലൊക്കെ ഉള്ള സംവാദങ്ങളുടെ ആവശ്യം ഉണ്ടോ? അതെന്തുകൊണ്ടാണ് അതങ്ങനെ തന്നെ ചെയ്യണം? ഈ ചെറിയ ചാനലുകളും അവരുടെ എല്ലാം നമ്മൾ പറയുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ഉപയോഗിച്ച് അവരുടെ ചാനലിൻ്റെ ഇത് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അത് അതിനകത്തുള്ളതാണ്. അപ്പോൾ അവർ നമ്മൾ പറയുന്നതൊന്നും കേട്ടിട്ട് പ്രതികരിച്ചിട്ടോ ഒന്നുമല്ല. അവർക്കൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും കുറേ കാര്യങ്ങളും ഉണ്ടാകും. ഒന്നിന് കുറേ 2-3 ചോദ്യം ഇങ്ങനെ ചോദിക്കുക, ഇങ്ങനെയൊക്കെ നമ്മളുമായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ അവർ ചെയ്യും എന്ന് നമ്മളത് അറിയുന്നുണ്ടാകത്തില്ല. ആദ്യമൊക്കെ ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാനിരുന്ന് മുഴുവൻ കേട്ടിട്ട് വളരെ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാകത്തില്ല. പിന്നെ എനിക്ക് മനസ്സിലായി അത് അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ദേഷ്യം പ്രകടിപ്പിക്കുക തന്നെ ചെയ്യണം എന്നുള്ളതാണ് കാണിക്കുന്നത്. അല്ല ദേഷ്യം അടക്കി വെച്ചിരിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ അറിയുന്ന ആളാണ്. ഞാൻ ഒരാളെ ഉപദ്രവിക്കുകയോ ക്ഷോഭിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോവുകയോ ചെയ്യുന്നില്ല. അവിടെ ഇരുന്ന് തന്നെയാണ് ഈ പറയുന്നത്. ക്ഷോഭം കാണിക്കാനുള്ളതാണ്, അത് കാണിക്കേണ്ടതാണ്. അത് എവിടെ കാണിക്കണം, എത്ര കാണിക്കണം എന്നുള്ളത് അളവിൻ്റെ മാത്രമാണ്. പണ്ട് ഈ ഗുരുക്കന്മാരെല്ലാം ക്ഷോഭിക്കുമ്പം
ധാർമ്മിക രോഷം എന്നാണ് പറയുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ ദേഷ്യമാണ്. ദേശീയ പക്ഷെ ഇതൊരു രാഷ്ട്രീയ പ്രവർത്തനമല്ലേ ആക്ച്വലി? അതായത് ഇപ്പോൾ മൈത്രേയൻ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ മാറി നിന്നു എന്ന് പറഞ്ഞു. പക്ഷെ മൈത്രേയൻ ഇപ്പോഴും തുടരുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഏത് ജില്ലയിൽ പോയാലും മൈത്രേയനെ ഇത്തരം വീഡിയോസിലേക്ക് തൂക്കിക്കൊണ്ടുപോകാൻ ആൾക്കാരുണ്ട്. ഇപ്പോൾ എറണാകുളത്തേക്ക് വന്നപ്പോൾ മൈത്രേയനെ ഞാൻ വിളിക്കുന്നത്, മൈത്രേയൻ്റെ അടുത്ത് കുറേ കാലം കൊണ്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് മൈത്രേയനെ വിളിക്കുന്നത്. അപ്പോൾ അത് അനുസരിച്ചാണ് നമ്മൾ ഈ ഇരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇതൊരു സോഷ്യൽ സർവീസ് അല്ലേ ആക്ച്വലി? സോഷ്യൽ സർവീസും രാഷ്ട്രീയ പ്രവർത്തനവും രണ്ടാണ്. ഇപ്പം നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ സംസാരിക്കുന്നു എന്നുള്ളതല്ലാതെ ഞാൻ രാഷ്ട്രീയവും സാമൂഹ്യ പ്രവർത്തകനായി ജീവിച്ച ആളല്ലേ, അതിൻ്റെ തുടർച്ചയല്ല. നമ്മളൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉണ്ടായെന്ന് കേട്ടാൽ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരാണെന്നുണ്ടെങ്കിൽ ആരും ഇൻവൈറ്റ് ചെയ്യാതെ അവിടെ എത്തും. അതിനെയാണ് രാഷ്ട്രീയവും സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത്. അല്ലാതെ ആരെങ്കിലും വന്ന് നിങ്ങൾക്ക് അതിൻ്റെ മേലുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നതല്ല. അത് ഇൻഫർമേഷൻ ഡിസിമിനേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമുക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന, അവർ ചോദിക്കുന്ന ഒരാളാണ്. റോഡിൻ്റെ സൈഡിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ഒരു വണ്ടി നിർത്തിയിട്ട് ഈ ഗുരുവായൂരിലോട്ടുള്ള വഴി ഏതാ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഒരു സോഷ്യൽ സർവീസ് ആണെന്ന് പറയുന്നത് പോലെയാണ് ഇപ്പം നിങ്ങൾ എന്നെ പറ്റി പറയേണ്ടത്. ഞാൻ എന്നോട് ചോദിക്കുമ്പം മാത്രമാണ്. അല്ലാതെ ഞാൻ ഒരു ആകെ ചെയ്ത ഒരു സാമൂഹ്യ പ്രവർത്തനം എന്ന് പറഞ്ഞ് ഞാൻ ഈ 2005 പിരിഞ്ഞതിന് ശേഷം ഒരു പുസ്തകം എഴുതിയതാണ് ഞാൻ ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു ആക്ഷൻ എന്ന് പറയാനുള്ളത്. മറ്റതെല്ലാം ചോദിക്കുന്നവരോട് ഉത്തരം പറയുന്നത് മാത്രമേ. അല്ലാതെ ഞാൻ പറഞ്ഞില്ല, ഞാൻ മറ്റേതങ്ങനല്ല. നമ്മൾ പത്രസമ്മേളനം വിളിച്ചു കൂട്ടും, പറയാനുണ്ടെന്ന് പറയും. അങ്ങനത്തെ ഒരു ആക്ഷനും ഇപ്പോൾ ചെയ്യുന്നില്ല. ഞാൻ ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടെന്ന് കേട്ടോ, അല്ലെങ്കിൽ ഒരു നാട്ടിലൊരു ഒരു കലാപം ഉണ്ടായെന്ന് പറഞ്ഞാൽ പണ്ടാണെങ്കിൽ വണ്ടി എടുത്ത് അങ്ങ് പോവും. ആദ്യത്തെ ട്രെയിനിൽ കയറി എത്തും. പ്രശ്നങ്ങൾ ഉള്ളിടത്തേക്ക് യാത്ര ചെയ്യുന്നതാണ് സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനം. പ്രശ്നം ഉള്ളിടത്തേക്ക് വന്നു, പ്രശ്നത്തിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നതല്ല. അങ്ങനെ ഞാൻ ചെയ്യുന്നേ ഇല്ല. ഇപ്പം ഞാൻ പറയുന്നത്, ഒരാൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗുരുവായൂരേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നത് പോലുള്ള ഒരു പറച്ചിലാണ്. അത് മനുഷ്യർക്ക് അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ അവർ ചോദിക്കുമ്പോൾ എനിക്കറിഞ്ഞ് മനസ്സിലായെന്ന് തോന്നുന്ന കാര്യം ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ല അതിന് നിങ്ങൾ അടുത്ത തവണ നിങ്ങൾ കാണുമ്പോൾ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതിനനുസരിച്ച് എന്താണ് നിങ്ങൾ ജീവിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനത്തെ ഒരു റോളും അതിനകത്തില്ല. അങ്ങനത്തെ ഒരു സാമൂഹ്യ പ്രവർത്തനം അല്ലത്. ഈ തെറ്റായ ചോദ്യത്തെ ശരിയാക്കി ചോദിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് ശരിക്കും മൈത്രേയൻ നടത്തുന്നത്. അപ്പോൾ അതും ഒരു സാമൂഹ്യ പ്രവർത്തനം തന്നെയാണ്. അല്ല, അതിനകത്ത് എനിക്ക് ഇയാൾ പറയുമ്പം ഞാനൊരു കോൺഷ്യസ് ആക്ടർ എന്ന് പറയുന്നതാണ് ഈ സാമൂഹ്യവും രാഷ്ട്രീയ പ്രവർത്തനം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നാട്ടിലൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു എന്ന് കണ്ടറിഞ്ഞ് നേരത്തെ ചെന്ന് ചെയ്യേണ്ട ഒരു സ്ഥലമുണ്ട്. ആരും പറയണ്ട, ഫോൺ വിളിച്ച് പറയണ്ട നമ്മൾ അവിടോട്ട് എത്താനായിട്ട്. പത്രത്തിലൊരു ന്യൂസ് കണ്ടാൽ നമ്മൾ പോകും. ഇതാണ് ശരിക്കുമുള്ള മറ്റേതങ്ങനല്ല. മറ്റേ നമ്മൾ പ്രതികരിക്കുന്നത് വഴി ഉണ്ടാകുന്നത്. അതിൻ്റെ തുടർച്ച ഉണ്ടാകുന്നത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എത്ര സംസാരിച്ചിട്ടുണ്ടാവും.